തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ശ്രീ വിജയ് സാർ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ രണ്ട് കഥയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഒരു കാട്ടിൽ ഒരു പോത്ത് നടന്നു വരുന്നു. അന്നേരം വിശന്ന് വലഞ്ഞിരുന്ന സിംഹം ക്ഷീണിതനായ അവസ്ഥയ്ക്ക് വേട്ടയാടാൻ അവന് സാധിക്കുന്നില്ല. അന്നേരം സിംഹം പറയുന്നു, എൻ്റെ ഗുഹയ്ക്കകത്ത് നല്ല പച്ചക്കറികളുടെ കറികൾ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അകത്ത് വരികയാണെങ്കിൽ നിനക്കും അത് ഭക്ഷിക്കാം. പക്ഷേ പോത്ത് അന്നേരം തന്നെ മനസ്സിലാക്കുന്നു, ചിന്തിക്കുന്നു, സിംഹം പച്ചക്കറി കഴിക്കില്ല, സാധ്യതയില്ല, അപ്പോൾ അതിൻ്റെ പണി എനിക്കിട്ട് തരാനാണ് എന്ന് പോത്ത് മനസ്സിലാക്കിയിട്ട് അവിടം വിട്ട് സിംഹത്തിൻ്റെ പിടിയിൽ വീഴാതെ ഒളിച്ചോടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വിവേകപൂർവം ബുദ്ധിപരമായിട്ട് അനുയോജ്യമായിട്ട് പ്രവർത്തിച്ചത് ആണ് പോത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇടയായത്. സിംഹത്തിൻ്റെ വക്രബുദ്ധി ഗുണം ചെയ്തില്ല. അതാണ് ഓപ്പോസിഷൻ പാർട്ടി. എന്നതുപോലെ മറ്റൊരു കഥയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അന്നേരം മത്സ്യങ്ങളൊക്കെ ഈ വെള്ളത്തിന് മുകളിൽ ചാടി കളിച്ച് രസിക്കുകയാണ്. അന്നേരം ദൂരെ നിന്ന് കണ്ട ഒരു കുരങ്ങൻ, ഈ മത്സ്യങ്ങൾ അതിന് ബുദ്ധിമുട്ടാണ്, എന്താണ് ഇങ്ങനെ വെളിയിലേക്ക് ചാടുന്നത്, എയറിലേക്ക് ചാടുന്നത് എന്ന് ഓരോ മത്സ്യത്തെയും പിടിച്ച് കരയിലേക്ക് ഇടാൻ തുടങ്ങി. അപ്പോഴാണ് അതിലെ പറന്നുപോയ ഒരു മയിൽ പറയുന്നു, കുരങ്ങ, നീ ഈ മത്സ്യങ്ങളെല്ലാം കൊല്ലുകയാണോ ചെയ്യുന്നത്? അത് വെള്ളത്തിൽ കളിക്കുകയല്ലേ ചെയ്യുന്നത്, അത് വെള്ളത്തിൽ ചാടി കളിക്കുകയാണ്, നീ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്ന് ഗുണദോഷിക്കുന്നു ഈ കുരങ്ങിന്. അത് കേൾക്കാൻ ഈ കുരങ്ങൻ തയ്യാറാകുന്നു. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ തനിക്ക് മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്നവർ സമയാസമയങ്ങളിൽ ബുദ്ധിപരമായിട്ട് പ്രായോഗിക തലത്തിൽ ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാകും. അതാണ് ഇന്ന് നാം കണ്ട നടനായിട്ടുള്ള വിജയ് ഇത്രയും വലിയൊരു പൊസിഷനിൽ മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ അത് പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻസ് ആണ്. ഇതിനു മുന്നേ ഉള്ള ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ, പൊതുവേദിയിലെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആകും, ഞാൻ ഇന്നത് കാണിച്ചു തരാം, അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ പൊയ് വാക്കല്ല, നമ്മൾ റിയലി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വിഷ്വലൈസേഷൻ സ്റ്റാലിൻ ഒഴിയട്ടെ, എതിർകക്ഷിയായിട്ടുള്ള എന്ന് അദ്ദേഹം കണ്ണുകൾ അടച്ച് വിഷ്വലൈസേഷനിൽ ഒഴിയുന്നതായിട്ടാണ് അദ്ദേഹം സങ്കല്പിക്കുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്ന് സ്വയം വിഷ്വലൈസേഷൻ ചെയ്തു, സ്വയം സങ്കല്പിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് അദ്ദേഹം, മാത്രമല്ല വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം അതിനുള്ള പട ഒരുക്കി. ചെറിയ പ്രായത്തിലുള്ളവരെ ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ പ്രായപൂർത്തിയായി അവരാണ് വോട്ട് ചെയ്തത്. പ്ലാൻഡ് ഓപ്പറേഷൻസ് ആണ് അത്. അദ്ദേഹം ധാരാളം അറിവ് നേടുകയും അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മനസ്സിലാക്കുകയും ഷൂട്ടിംഗ് സമയങ്ങളിൽ വെറുതെ അതും ഇതും പറഞ്ഞ് വർത്തമാനം സമയം കളയാതെ കൂടുതൽ സമയം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പ്രിപ്പയർഡാണ് ഓൾറെഡി. അപ്പോൾ അതാണ് ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി. സോ ഹാറ്റ്സ് ഓഫ് ടു ശ്രീ വിജയ് സർ, ബീയിങ് ചീഫ് മിനിസ്റ്റർ ടു തമിഴ്നാടു റെസ്പെക്റ്റിംഗ്ലി. അത് നമുക്ക്, ആ സ്ട്രാറ്റജി നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാം. തോൽവികളൊക്കെ ജീവിതത്തിൽ, അദ്ദേഹത്തിനെതിരെ എന്തുമാത്രം വിഷയങ്ങളുണ്ടാക്കി എതിർകക്ഷികൾ. അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് പുറത്തു പോകാൻ തന്നെയും പലരും പല രീതിക്ക് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിട്ടും അതെല്ലാം ഫേസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ ഇറങ്ങുന്നു എന്ന് തൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, നിങ്ങൾ എതിർക്കാൻ പോകുന്ന പാർട്ടി വളരെ ഏത് നിലയിലും എന്തും ചെയ്യുന്നവരാണ്, അപ്പോൾ അത് ഫേസ് ചെയ്യാം എന്ന് തന്നെയാണ് മകൻ വിജയ് അച്ഛനോട് പറഞ്ഞത്. അദ്ദേഹം ഫേസ് ചെയ്തു, ഇലക്ഷൻ വിജയിച്ചു. മക്കളുടെ നെഞ്ചിൽ കൂടിയിരിക്കുന്ന അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി. സോ അത് വലിയൊരു പഠിക്കേണ്ട
ഒരു പാഠപുസ്തകമായിട്ട് ശ്രീ വിജയ് മാറി. ലോകോത്തരമായിട്ട് ഇന്ന് ഹിസ്റ്ററിയാണ്, അദ്ദേഹം ചരിത്രമായി. സോ ഗ്രേറ്റ് വിജയ് സാർ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള നിങ്ങൾക്കുള്ള സ്ട്രാറ്റജീസ്, നിങ്ങൾക്കും വിജയിക്കണം, എനിക്കും വിജയിക്കണം, നമുക്ക് എല്ലാവർക്കും വിജയിക്കണം, വിജയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നതിന് തീർച്ചയായിട്ടും ഞാൻ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ, നമുക്ക് വീഴ്ചകൾ സ്വാഭാവികമായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെ അതിജീവിക്കണം, വിജയിക്കണം, എല്ലാവർക്കും വിജയം ഉണ്ടാകണം. അപ്പോൾ തോൽവിയിലൂടെ നമ്മൾ ഒത്തിരി ജീവിതം പഠിച്ചു. ഇനി ഒരിക്കലും നമുക്ക് തോൽവി ഉണ്ടാകത്തില്ല ഇത് അതിജീവിച്ച് കഴിയുമ്പോൾ. അതാണ് സ്ട്രാറ്റജി, അതാണ് വിജയം. അതിനുള്ള അവസരം എതിർകക്ഷികൾ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ജീവിതം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, വിജയെപ്പോലെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ അവരവരുടെ മേഖലയിൽ, ജീവിതത്തിൽ. ഞാൻ സൈക്കോളജിസ്റ്റാണ്, മെഡിട്രീന ഹോസ്പിറ്റലിൽ, അയത്തിൽ, കൊല്ലം. നമുക്ക് സ്വന്തമായിട്ട് മൂത്തലയിൽ സെൻ്ററുണ്ട്. തീർച്ചയായിട്ടും മോട്ടിവേഷൻ ക്ലാസ്സസ്, നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, നിങ്ങൾക്ക് ഫിയർ ഓഫ് ഫെയിലുവർ, തോറ്റുപോകും അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമെന്നുള്ള സംശയങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. വെൽക്കം. 9605743596 വരിക.